السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. عن سفيان بن عبد الله الثقفي قال: قلت يا رسول الله قل لي في الإسلام قولا لا أسأل عن أحدا بعدك. قال رسول الله: قل آمنت بالله فاستقم. ബഹുമാന ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹപാഠി സുഹൃത്തുക്കളെ, നമ്മളിൽ നിന്നും റമളാൻ മാസം വിട്ടുപിരിഞ്ഞു പോയിട്ട് ഏകദേശം 5-5.5 മാസങ്ങൾ ആയിട്ടുണ്ടാവും. ഇപ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഈ റമളാൻ കഴിയുമ്പോൾ ആ മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം കുറഞ്ഞു വരികയാണ് ചെയ്തത്. റമളാൻ മാസത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നാം നമ്മുടെ ജീവിതത്തിൽ പല പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലും തെറ്റുകളൊന്നും ചെയ്യൂല. എന്നാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അത് അറിഞ്ഞും അറിയാതെയും നമ്മൾ ആ തെറ്റിലേക്ക് വീണ്ടും വീണ്ടും പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെല്ലാം കാരണം നമുക്ക് മനസ്സിലാവുന്നതാണ് ഇസ്തിഖാമത്ത് ഇല്ലായ്മയാണ്. എന്താണ് ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് എന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിശ്ചയത്തോടെ നിലനിൽക്കലാണ്, ഉറച്ചു നിൽക്കുക. അതാണ് ഇസ്തിഖാമത്തിൻ്റെ ഭാഷാർത്ഥം. അള്ളാഹു പറഞ്ഞ കാര്യം, അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം അത് അങ്ങനെ തന്നെ ചെയ്യുക. ദേഹേച്ഛകളുടെ പ്രലോഭനങ്ങളിലോ ശത്രുക്കളുടെ പ്രകോപനങ്ങളിലോ ഒന്നും പതറാതെ അള്ളാഹു എന്താണ് കൽപ്പിച്ചത് അത് ചെയ്യുകയാണ്. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അള്ളാഹു തആല ഖുർആനിലെ പറയുന്നുണ്ട്: ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്നല്ലദീന ഖാലൂ, തീർച്ചയായും ഒരു കൂട്ടർ പറയും, റബ്ബുനല്ലാഹ്, അള്ളാഹു ആണ് നമ്മുടെ രക്ഷിതാവാണ്. സുമ്മ ഇസ്തഖാമു, പിന്നീട് അവർ ഉറച്ചു നിൽക്കും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കും. ഫലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയക്കേണ്ടതില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതുമില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവൻ്റെ പരീക്ഷണത്തുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടതോ അല്ലെങ്കിൽ ഭയക്കേണ്ടതോ ഇല്ല. കാരണം ഇവരെ പരീക്ഷണങ്ങൾ വിജയിച്ചാൽ നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഖുർആനാണ്. അതിന് ശേഷം പറയുന്നുണ്ട്: ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗവാസികൾ. ഖാലിദീന ഫീഹ, അവരവിടെ നിത്യവാസികളായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവൃത്തിയുടെ പ്രതിഫലമായിട്ടാണ് ഇത് അള്ളാഹു കൊടുക്കുന്നത്. അവരെന്താണ് ചെയ്തത്? ആമനു സുമ്മ ഇസ്തഖാമു, അവർ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ് അവർ ചെയ്തത്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു സഹാബി നബിയോട് ചോദിക്കുന്നുണ്ട്, ഈ ഇസ്ലാമിലൊരു കാര്യം, ആ കാര്യം ഞാൻ വേറെ ആളും ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്, അത് അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: ഖുൽ ആമൻതു ബില്ലാഹി ഫസ്തഖിം, നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുക, അള്ളാഹുവിനെ വിശ്വസിച്ച് പറയുകയും ഫസ്തഖിം, നിങ്ങൾ ഉറച്ചു നിൽക്കുകയുമാണ് ചെയ്യേണ്ടത്. ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഒരാൾ ഇസ്ലാമിനെ പറ്റി നബിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത്, ഇസ്ലാം എന്നത് ഇസ്തിഖാമത്താണെന്നാണ്, അത് ഉറച്ചു നിൽക്കലാണ്, ഇസ്ലാമിൻ്റെ ഉറച്ചു നിൽക്കലാണ് എന്നാണ് നബി പറഞ്ഞത്. ഇസ്തിഖാമത്ത് തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റേത് രണ്ടാമത്തെ കാര്യം, അള്ളാഹു പറഞ്ഞത് അനുസരിക്കുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നതാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ
കേവലം മറ്റു മതത്തിൻ്റെ പരിപാടി ആയ ഓണത്തിനൊക്കെ വേണ്ടി നമ്മുടെ സമൂഹത്തിലുള്ള മുസ്ലിങ്ങൾ പോലും തുള്ളിച്ചാടി നടക്കുകയാണ്. ഇതിൽ ഒരു പരിധി ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ ഒരു മുസ്ലിം അല്ലേ, നമുക്കങ്ങനെ ചെയ്യാമോ? ഒരു ശിർക്കാവൂലേ? ഇതൊക്കെ ഒരു ഇസ്തിഖാമത്ത് ഇല്ലായ്മയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിലൂടെയല്ല. നമ്മൾ കേൾക്കാറുണ്ട്, കാലം പുരോഗതിയിലേക്ക് പോകുന്തോറും മനുഷ്യർ അധപ്പതിച്ച് പോവുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കേൾക്കാറുള്ള സംഭവമാണ്. ഇതിനെല്ലാം കാരണം ആരായിരിക്കും? നമ്മൾ നേർവഴിയിലാണ്, ബാക്കിയുള്ളവർക്ക് അതറിയില്ല. അത് നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഇസ്തിഖാമത്തുണ്ടാകണം. നമ്മൾ ആദ്യം ഉറച്ചു നിൽക്കണം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു തആല ഒരു ഹദീസ് നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു ജനങ്ങളെ അള്ളാഹു ഒരു ജനങ്ങളാണ് ഏറ്റവും മോശമായ ജനത എന്ന് നബി പറയുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒരു സമൂഹത്തെ കാണുമ്പോൾ അവർ അത് വേറൊരു മുഖമായിരിക്കും, മറ്റൊരു സമൂഹത്തെ കാണുമ്പോൾ അവർ വേറൊരു മുഖത്തിലായിരിക്കും കാണുക. എന്നാൽ ഇസ്ലാമിൽ ഒറ്റൊരു മുഖം മാത്രമേ ഉള്ളൂ. അതാണ് ഏകത്വത്തിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ഇതെല്ലാമാണ്. ഇന്ന് ഇസ്തിഖാമത്തിനെ പറ്റി പറയുമ്പോൾ, ഇസ്തിഖാമത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഫലസ്തീൻ സഹോദരന്മാർ. അവർ അനുഭവിച്ച കഷ്ടതകൾ ആലോചിച്ചാൽ നമ്മൾ പോലും പലപ്പോഴും ദുഃഖിച്ചും പേടിച്ചും പോകും. എന്നിട്ട് പോലും അവർ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇസ്തിഖാമത്ത്. അപ്പോൾ അവരെ പോലെ നമ്മൾ ഒരു ശത്രുക്കളുടെ പ്രകോപനങ്ങളിലോ ദേഹിച്ചകളുടെ പ്രലോഭനങ്ങളിലോ ചെന്ന് വീഴാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.